ആരാ ഇപ്പൊ വിളിക്കുന്നേ? ഹലോ ഹലോ, ഇതാരാണ്? ഇതെന്താ ഫോൺ എടുത്തിട്ട് മിണ്ടാതിരിക്കുന്നേ? ഹലോ ഹലോ ഹലോ, ആരാ? ഞാനാ സിദ്ധു. ഏത് സിദ്ധു? എനിക്കൊരു സിദ്ധുവിനെ അറിയില്ല. ആ, പിന്നെ സിദ്ധു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്ക് ഉണ്ടായിരുന്നു. അവൻ പണ്ടേ എന്റെ മനസ്സിന് നരിച്ചതാ. അബി, പിന്നെ ഞാൻ എന്താടാ പറയണ്ടേ? ഏതോ ഒരു പെണ്ണ് കളഞ്ഞിട്ട് പോയെന്നും പറഞ്ഞ് നാട് വിട്ട് പോയതല്ലേടാ നീ ഞങ്ങളെ കുറിച്ച് ഓർത്തോ? പോട്ടെ, നിന്റെ അച്ഛനെ അമ്മയെ കുറിച്ച് ഓർത്തോ? അവരെങ്ങനെ കഴിഞ്ഞെന്ന് നിനക്ക് അറിയൂ? എടാ, അന്നത്തെ എന്റെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിരുന്നടാ. എനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നടാ. നീ എന്നോട് ക്ഷമിക്ക്. നീ എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത്, ഞാനല്ല നിനക്ക് ക്ഷമ തരേണ്ടത്. നീ അത് ചോദിക്കേണ്ടതായിട്ടുള്ള വേറെ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരോടാ നീ ചോദിക്കേണ്ടത്. അവരാ നിനക്ക് ക്ഷമ തരേണ്ടത്. അറിയാം, ഞാൻ ക്ഷമ ചോദിക്കേണ്ടതായിട്ട് ഒരുപാട് പേരുണ്ടെന്ന്. അവരൊക്കെ എന്നോട് ക്ഷമിക്കുവോടാ? അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. നിനക്കിപ്പോ സുഖമാണോ? ലൈഫൊക്കെ എങ്ങനെ പോണു? ലൈഫ് എങ്ങനെ പോണോന്ന് ചോദിച്ചാൽ I don't know. നീ ഇപ്പോഴും ആ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുവാണ്? പഴയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുവാണോ എന്ന് ചോദിച്ചാൽ യെസ്. എനിക്ക് എങ്ങനെയാണ് അതൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നത്? ജസ്റ്റ് മൂവ് ഓൺ മാൻ. ഇനിയെങ്കിലും നീ നിന്റെ ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ നോക്ക്. പോയവര് പോയി. ആ പഴയ സിദ്ധുവിനെ ഞങ്ങൾ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയോ? നീ ഇനി എന്നാടാ നാട്ടിലേക്ക് വരുന്നത്? എനിക്കറിയാടാ, നെക്സ്റ്റ് വീക്ക് ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. നീ വരുന്നുണ്ടോ? ആടാ. ഉറപ്പാണോ? സന്തോഷായടാ. നിനക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. എന്നെ വിളിക്കാനായിട്ട് നീ ഒന്ന് എയർപോർട്ട് വരെ വരണേ. ആടാ, ഞാൻ വരാം. ആ, പിന്നെ വരുന്നത് പഴയ സിദ്ധുവായിട്ടായിരിക്കണം കേട്ടോ? ആടാ, തിരിച്ചു വരുന്നത് ആ പഴയ സിദ്ധുവായിട്ടായിരിക്കും. ആ, പിന്നെ ഞാൻ വരുന്ന കാര്യം നീ ആരുടെ പറയാൻ നിൽക്കണ്ട. ആടാ, ഞാൻ ആരുടെ പറയത്തില്ല. ശരി, എന്നാ നീ ആ ഡേറ്റും ടൈമും ഫിക്സ് ചെയ്തിട്ട് വിളിക്കും. ആടാ, ഡേറ്റും ടൈമും ഫിക്സ് ചെയ്തിട്ട് ഞാൻ പറയാം. ബൈ എന്നാ. ഓക്കെ. നോ, നിനക്ക് ഇപ്പോഴും എന്നോട് വെറുപ്പായിരിക്കുമല്ലേ? ഐ റിയലി മിസ് യു. നീ റെഡിയായോ? ആ അമ്മ, ഞാൻ വരുന്നു. ഇത് വേണ്ട. ഇത് കൊള്ളാം. കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇടാം. ലിപ്സ്റ്റിക് എവിടെ? ഇപ്പൊ സെറ്റ്. അമ്മ, ഞാൻ ഇറങ്ങുവാണേ. നിനക്ക് വിശക്കുന്നില്ലേ? കഴിച്ചിട്ട് പോടി. കഴിക്കാം. വാ, കഴിക്കാൻ എടുക്കാം. എന്താ കഴിക്കാനുള്ളേ? ഗോതമ്പ് പുട്ട്. വേണ്ടമ്മ, ഞാൻ ഇറങ്ങുക. നിനക്ക് വിശക്കുന്നില്ലേ? കോളേജിലെ ഫസ്റ്റ് ഡേ ആയിട്ട് നീ വിശന്ന് പോവാതെ. ആ വിശപ്പങ്ങ് പോയി. എന്നാലും കുറച്ച് കഴിച്ചിട്ട് പോ. കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ? ഞാൻ സിദ്ധുവിനെ വിളിക്കാൻ പോവല്ലേ, അവിടെ നിന്ന് കഴിച്ചോളാം. അല്ലെങ്കിൽ ക്യാൻറ്റീൻ എന്തെങ്കിലും കഴിച്ചോളാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഏട്ടമ്മ, കൂട്ട് തരാം. വരുന്നു. ബൈ. നീ രക്ഷപ്പെടുവാണല്ലേടി? അപ്പുറത്തുനിന്ന് നല്ല മണം വരുന്നുണ്ട്. ഞാൻ എന്നാ പോയി കഴിക്കട്ടെ. ബൈ. ഏട്ടാ, നിങ്ങൾ വരുന്നില്ലേ?
എന്റെ ദൈവമേ, ഈ പൂട്ടിന് എന്നാ ഈ വീട്ടിൽ നിന്ന് ഒരു മോചനം കിട്ടുന്നേ? ഏട്ടാ ആ വരുവാ. അങ്കിൾ ഇവിടെ കഴിക്കാൻ തുടങ്ങിയുള്ളൂ. ആ ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ മാമി? നിനക്ക് വല്ല ടെൻഷനും ഉണ്ടോ? ടെൻഷനോ? എനിക്കോ? സിദ്ധു ഉള്ളപ്പോ എനിക്കെന്തിനാ ടെൻഷൻ? വന്നോ? നീ വല്ലതും കഴിച്ചോ മാമി? ഇല്ല ആന്റി. എന്നാ നീ ഇരിക്ക്, ഞാൻ കഴിക്കാൻ എടുക്കാം. ഓക്കെ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? എന്നത്തിന് പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. സിദ്ധുണ്ട് ആന്റി. അവൻ ഉറങ്ങുക. എന്റെ ദൈവമേ, അവൻ ഇതുവരെ എണീറ്റില്ലേ? ഏയ് അവൻ എണീക്കാൻ സമയാവുന്നേ ഉള്ളൂ. അവന്റെ അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞതാ ഇന്ന് നേരത്തെ എണീക്കണമെന്ന്. എന്നാ ഞാനെന്ന് പോയി അവനെ കുത്തി പൊക്കിട്ട് വരട്ടെ. ശരി. ആ മോനിവിടെ ചാച്ചു വേണോ? ഉറങ്ങിക്കിടക്കുന്ന കാണാൻ എന്താ പാവം. ചില സമയത്ത് സ്വഭാവം ഓർക്കുമ്പോഴാ ഒരു ചവിട്ട് വെച്ചു കൊടുക്കാൻ തോന്നുന്നേ. സിദ്ധു, സിദ്ധു, എണീക്ക് സിദ്ധു. സമയം എത്രയാണെന്ന് നിന്റെ വിചാരം? എണീക്കടാ. ഒരു 5 മിനിറ്റും കൂടി. 5 മിനിറ്റോ? മതി മതി, നീ എണീറ്റേ. എണീക്കടാ. നീ എണീക്കുന്നോ അതോ ഞാൻ വെള്ളം തലവഴി ഒഴിക്കണോ? ഇവളെ കൊണ്ട് വേണ്ട, ഞാൻ എണീറ്റു. എന്താ സിദ്ധു, ഞാൻ നിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതല്ലേ നേരത്തെ എണീക്കാൻ. ഞാനിപ്പോ എണീറ്റല്ലോടി. നീ താഴേക്ക് ചെല്ല്, ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ശരി, പെട്ടെന്ന് വരാൻ നോക്ക്. അമ്മ ഫുഡ് എടുക്ക്. വാ, വന്നിരിക്കും. രണ്ടുപേരും ഇവിടെ കറങ്ങി നിൽക്കാതെ കമ്പനി പോവാൻ നോക്ക്. ശരി മാഡം. എന്നാ ബൈ, ഞങ്ങൾ പോവാണേ. ശരി എന്നാ, നോക്കി പോണേ. ഓക്കെ. വാ മാമി, വന്ന് കേറ്. പറപ്പിച്ചു കിട്ടോ സിദ്ധു? ഈ സിദ്ധു ഇതെവിടെ പോയി കിടക്കുന്നു? ദേ വരുന്നു. ആയുസാണല്ലോ തേണ്ടിക്ക്. എന്താടാ താമസിച്ചേ? താമസിച്ചില്ലല്ലോ, എന്നും വരുന്ന ടൈമല്ലേ ആയുള്ളൂ. എന്നത്തെ പോലാണോ ഇന്ന്? ഇന്ന് ഫ്രഷേഴ്സ് ഡേ അല്ലേ? അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടണ്ടേ? അതിനെന്താടാ, അവരെവിടെയും പോവാൻ പോണില്ലല്ലോ. അവരിവിടെ തന്നല്ലേ ഉള്ളത്. എപ്പോ വേണേലും പരിചയപ്പെടാലോ. ആ അത് ശരിയാ. എന്താണ് മാമി മേഡം ഒന്നും മിണ്ടാ നിൽക്കുന്നു? ഏയ് ഒന്നുമില്ല, നിങ്ങൾ സംസാരിച്ച് തീരട്ടെന്ന് കരുതി. ഓ അങ്ങനെ. മാമി വന്നോ? ഇതൊക്കെ ആരാടി? ഇത് നമ്മുടെ സീനിയേഴ്സാ. അബ്രാമേട്ടനും ശരത്തേട്ടനും സിദ്ധുവിന്റെ ഫ്രണ്ട്സാ. സിദ്ധുവിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ, നിനക്കറിയാലോ അവനെ. ഏയ് വേണ്ട, സിദ്ധേട്ടനൊക്കെ നമ്മുടെ ആളല്ലേ. ഞങ്ങൾ കൂടി പരിചയപ്പെടുത്താവാമി നിന്റെ ഫ്രണ്ടിനെ.
അബിയുടെ ഇത് സ്റ്റോപ്പ്. എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. ഹായ്, ഞാൻ കൃഷ്ണ, മാമിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഹായ്. ഹലോ. ബാക്കിയൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. മാമി എന്നാ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? എല്ലാരും പരിചയപ്പെടണ്ടേ? ഇപ്പോഴേ പോണോ? ആ, പോണം. വാ. ശരി. ശരി എന്നാ പിന്നെ കാണാവേ. സിദ്ധു, കൂടുതൽ വായി നോക്കി നിൽക്കാതെ ക്ലാസ്സിൽ പോവാൻ നോക്കേ. ഞാനോ? നീ തന്നെ. ശരി നമ്പൂരാട്ടി. ജൂനിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടടാ? കുഴപ്പമില്ലടാ. നിനക്ക് കുറച്ച് നേരത്തെ വന്നൂടായിരുന്നു. നേരത്തെ നല്ല സുന്ദരി കൊച്ചുങ്ങൾ വന്നായിരുന്നു. നീ അവരൊക്കെ മിസ് ചെയ്തു കേട്ടോ. ഓ ഷിറ്റ്. ആ, സാരില്ല, വഴിയെ കാണാലോ. എടാ സിദ്ധു, ആ കുട്ടി കൊള്ളാല്ലേ? തരക്കേടില്ല. നിനക്ക് പിടിച്ചില്ലെങ്കിൽ വേണ്ട. അബി, ആ കൊച്ചിനെ ഇങ്ങ് വിളിക്കടാ, നമുക്കൊന്ന് റാഗ് ചെയ്യാം. കുട്ടി. എടി, ആ ചേട്ടന്മാർ നമ്മളെ വിളിക്കുന്നേന്ന് തോന്നുന്നു. തന്നെ ഇങ്ങ് വാ. വാ, നമുക്ക് പോയി നോക്കാം. എന്താ തന്റെ പേര്? സ്വപ്ന. തന്റെയോ? പൂജ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. എന്നാ ചേട്ടാ ഞങ്ങൾ പൊക്കോട്ടെ? അങ്ങനെ പോവില്ലേ, ഞങ്ങൾ തരുന്നൊരു ടാസ്ക് ചെയ്തിട്ട് പോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാം. എന്ത് ടാസ്ക്? അത് വേറൊന്നുമല്ല, ഞങ്ങൾ ആരെങ്കിലും കുട്ടി പ്രപ്പോസ് ചെയ്യണം. സിമ്പിൾ അല്ലേ? പ്രപ്പോസോ? പ്രപ്പോസ് മാത്രല്ല, അയാളെ കൊണ്ട് തിരിച്ച് യെസും പറയിപ്പിക്കണം. അത് വേണോ ചേട്ടാ? വേണം. ഇത്ര സുന്ദരന്മാരായ ഞങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ എന്തിനാ പേടി? നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. ചെയ്യാം ചേട്ടാ. ഹായ്, എന്റെ പേര് പൂജ. എനിക്ക് ചേട്ടനെ കണ്ടപ്പോൾ ഇഷ്ടായി. ചേട്ടനും ഇഷ്ടായോ? മതി, എന്ത് ഓന് പ്രപ്പോസൽ അടി? അത് ചേട്ടാ എന്റെ ഫസ്റ്റ് ടൈമാ. ഞാൻ ആദ്യമായിട്ട് ഒരാളായിട്ട് പ്രപ്പോസ് ചെയ്യുന്നേ. വിശ്വസിച്ചു. മതി, നിങ്ങൾ ക്ലാസ്സിൽ പോവാൻ നോക്ക്. അല്ല ചേട്ടാ, ആ ചേട്ടന്റെ പേരെന്താ? അവന്റെ പേര് പേരയ്ക്ക. പോവാൻ നോക്കൂ വെച്ചേ. ആ പോവോ ചേട്ടാ? വാടി നോക്കി നിക്കാതെ. ആ പോവാം. നീ എന്തിനാടാ കൊച്ചിനോട് അങ്ങനെയൊക്കെ പറയാൻ പോയെ? പിന്നല്ലാതെ, ഇവിടെ 3 പേരുണ്ടായിട്ട് നേരെ വന്ന് പറഞ്ഞത് നിന്റെ അടുത്ത്, പിന്നെ ദേഷ്യം വരത്തില്ലേ? ഇത് സ്ഥിരമല്ലേ, ഇവൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പെൺകൊച്ചുങ്ങളും കണ്ട് ഇവന്റെ മേലോട്ടല്ലേ. ഞാനെന്താ ചെയ്യാൻ? സൗന്ദര്യം ഒരു ശാപമായി പോയല്ലേ. മതി സ്വയം പൊങ്ങിയത്. വാ, ക്ലാസ്സിൽ പോവാ. വാ, എന്നാ പോവാ. ഇന്ന് ഇങ്ങേരെ ക്ലാസ് ആയിരുന്നു. യാ, അത് മാത്രമല്ല, പുള്ളി എന്തോ ഒരു അസൈൻമെന്റ് ഇന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. സുഭാഷ്, എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്യുമായിരുന്നല്ലേ? അതില്ല,
ആ അതാ പറയാറുന്നേ. അപ്പൊ ഇന്നും ക്ലാസിന്റെ പുറത്ത്. യു ആർ റൈറ്റ്. ഇന്ന് ഞാൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവർക്ക് എഴുന്നേക്കാം. ആസ് യൂഷ്വൽ ചേട്ടന്മാരെ എഴുതത്തില്ലല്ലോ. താനൊക്കെ എന്തിനാടാ വരുന്നത്? പഠിക്കാൻ തന്നെയാണോ? യെസ് സാർ. എന്ത് യെസ്? അല്ല, പഠിക്കാനാ വരുന്നതെന്ന് പറഞ്ഞതാ. എന്നിട്ടെന്താ താൻ എഴുതായിരുന്നേ? ഞാൻ എഴുതിയതാ സാർ, ബട്ട് എടുക്കാൻ മറന്നുപോയി. ഇത് ഞാൻ വിശ്വസിക്കണം. ഉം. ഔട്ട് ഔട്ട് ഔട്ട്. 3 പേര് ഇറങ്ങ്. ഇനി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി 3 പേര്. ഭാവിയുടെ വാഗ്ദാനത്തെയാ സാർ ഇപ്പൊ ക്ലാസ്സിൽ നിറക്കി വിടുന്നത്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, ഒന്നും പറഞ്ഞില്ല സാർ. എന്നാ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. രാവിലെ തന്നെ സാറിന്റെ വായിന്ന് കേട്ടപ്പോ എന്താ സുഖം. ഇവിടെ ഇങ്ങനെ നിക്കാനാണോ പ്ലാൻ? വാ, നമുക്ക് ക്യാൻറ്റീനിലോ വല്ലതും പോവാം. വാ, എന്നാ പോവാം.